ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആ ഒരു ഫസ്റ്റ് ഹെഡ് വാഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും കരുതുന്നൊരു കാര്യം അല്ലെങ്കിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്ത് തൊടുവോ പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് മുളച്ചു വന്ന് റൂട്ട് ഡാമേജ് ആയി പോകുമെന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പേരെങ്കിലും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, തല കുളിക്കുമ്പോഴത്തേക്ക് പിന്നീട് അവിടെ തൊടാതിരിക്കുക, മുടി ചെയ്യാതിരിക്കുക, തല തോർത്താതിരിക്കുക, തല കുളിക്കുമ്പോൾ വെറുതെ വെള്ളം ഒഴിച്ച് വിടുക എന്നുള്ള പോലെയൊക്കെ. അത് ഭയങ്കര മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നോർമലായിട്ട് സ്ക്രബ് ചെയ്യുക. നഖവും വിരലൊക്കെ വെച്ചിട്ടായാലും നമ്മൾ പണ്ട് തല കുളിക്കുമ്പോൾ എങ്ങനെയായിരുന്നു സ്ക്രബ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സ്ക്രബ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ റൂട്ടിരിക്കുന്ന ഉള്ളിലാണ്. ഉള്ളിരിക്കുന്ന റൂട്ടിനെ നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് തൊട്ടു പിടിച്ചെന്ന് കരുതിയിട്ട് റൂട്ട് ഇളകി പോവുക, റൂട്ട് ഡാമേജ് ആവുമെന്നുള്ള പേടിയൊന്നും വേണ്ട. എന്തായാലും ഷെഡിങ് ഫേസ് ആണ്, ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ തൊട്ടാലും തൊട്ടില്ലെങ്കിലും അതെല്ലാം ഷെഡായി പോകും. അപ്പോൾ ഈ ഷെഡായി പോകുമെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ തൊടുന്നുകൊണ്ടാണ് മുടി കൊഴിയുന്നതെന്ന് കരുതി അവിടെ തൊടാതിരിക്കുമ്പോഴത്തേക്ക് അഴുക്കും ബിൽഡപ്പ് എല്ലാം അവിടെ അടിഞ്ഞു നിന്നിട്ട് അതാണ് ഈ ഡാൻഡ്രഫ് പോലെയും അത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ക്ലീനിങ് എപ്പോഴും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സ്കാൽപ്പ് എപ്പോഴും ക്ലീനായി വൃത്തിയിൽ സൂക്ഷിക്കുക കേട്ടോ.